മക്കളെ +1 കഴിഞ്ഞു, നമ്മൾ +2 കുറച്ചും കൂടെ വലിയ ആൾക്കാരായി അല്ലേ. ഞാൻ റാഷിദ് ICMS ക്യാമ്പസ് നിന്നാണ്, അവിടെ CMA പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. ഇനി നിങ്ങളെ +2 അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അക്കൗണ്ടൻസി 2 പാർട്ടായിട്ടുണ്ടല്ലോ, 2 സ്കീം ചെയ്യുന്നവരുണ്ടാവും. അതിലൊരു സ്കീം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്തവരും ഒരു സ്കീം AFS എടുത്തവരുണ്ടാവും. നിങ്ങൾ ഏത് സ്കീമാണ് നിങ്ങൾക്ക് അറിയാലോ, അത് ആദ്യം അറിയണം. പിന്നെ നമുക്ക് അക്കൗണ്ടൻസിയിൽ കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു 4 ചാപ്റ്റർ ഉണ്ട്. പാർട്ണർഷിപ്പാണ് കാര്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് +2. +1 എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ത് +2 വരുമ്പോൾ. ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ് തന്നെയാണ്, അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ അതിൽ നിന്ന് ഒരു 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് പാർട്ണർ. അതിന് നമ്മളൊരു 13 മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കൂടുതൽ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, റിട്ടയർമെൻറ്റ്, ഡെത്ത്. അതിൽ നമ്മളൊരു 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യുന്നു. അതേപോലെ ലാസ്റ്റ് ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അതിനൊരു 11 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, കൃത്യമായ കോൺസെപ്റ്റോട് കൂടെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിക്കാനുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുക. എല്ലാവരും കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, കൃത്യമായ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് പാർട്ണർഷിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +2 അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ണർഷിപ്പിൻ്റെ പാർട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 2 ആൾ വേണം അല്ലേ. നമ്മൾ ഇന്ത്യയിലൊരു നിയമമൊക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ വലിച്ചു കയറി പോണില്ല. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാർട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം 2 ആൾ നമുക്ക് എന്ത് ചെയ്യണം, വേണം. അപ്പോൾ എന്താണ് പാർട്ണർഷിപ്പ്? പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പാണ് അല്ലേ. 2 ആൾ വേണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മനസ്സിലായി, ഒരു റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. മിനിമം 2 ആൾ വേണം. എന്തിനെങ്ങനെ റിലേഷൻഷിപ്പ്, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിസിനസ് ആണ് ഇവിടെ മെയിൻ പോയിന്റ്. പാർട്ണർഷിപ്പിൻ്റെ മെയിൻ പോയിന്റ് എന്താണ്? ബിസിനസ് ആണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. 2 ആളും കൂടെ ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ട് എന്ത് ഏൺ ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യുക. പ്രോഫിറ്റ് ആണ് ലക്ഷ്യം. അപ്പം ലാഭം വീതിക്കാൻ വേണ്ടിയിട്ട് 2 ആൾ ഒരുമിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അപ്പം നഷ്ടം വീതിക്കുക എന്നൊരു കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നഷ്ടം വീതിക്കില്ല, നഷ്ടം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നഷ്ടം ഉണ്ടായി പോകുന്നതാണ്, ലാഭമാണ് മോട്ടീവ്. ക്ലിയർ? അപ്പോൾ നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടം അവരെന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവർക്കും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് അങ്ങനെ ആയിരിക്കണം, എല്ലാവർക്കും വേണ്ടി ചെയ്യുക. എയും ബിയും സിയും ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ മൂന്നാൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടാവില്ലേ, ചില ആളുകൾ പൈസ ഇറക്കും അല്ലേ. പാർട്ണർഷിപ്പ് ആകുമ്പോൾ അങ്ങനെയാണ്. ചില ആളുകളുടെ കയ്യിൽ നല്ല ഫണ്ട് ഉണ്ടാവും, ചില ആളുകൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഐഡിയ ഉള്ളവന് ഫണ്ട് ഉള്ളവൻ പിടിച്ചാൽ മതി. അപ്പോൾ ഫണ്ട് ഉള്ളവന് വീട്ടിലിരിക്കുന്നു, ഐഡിയ ഉള്ളവൻ ബിസിനസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ പാർട്ണർഷിപ്പ് മുന്നോട്ട് ഉണ്ടാവാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് 5 lakh കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, ബി എന്ന് പറയുന്ന വേറൊരാൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് 2 lakh ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇവിടെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് വീതിക്കുന്നത് എക്ക് കുറേ കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ പ്രോഫിറ്റും, ബിക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രോഫിറ്റ്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ അല്ല പ്രോഫിറ്റ് വീതിക്കുന്നത്. ക്യാപിറ്റൽ ആര് കൂടുതൽ ഇറക്കി അതിനനുസരിച്ചല്ല പ്രോഫിറ്റ് വീതിക്കുന്നത്. അങ്ങനെ വീതിക്കുന്ന ചില കേസുകളൊക്കെ പാർട്ണർഷിപ്പിൽ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ പോണില്ല, നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. പാർട്ണർഷിപ്പിൽ പഠിച്ചിരിക്കുക, എഗ്രീഡ് റേഷ്യോയിലാണ് എന്ത് വീതിക്കേണ്ടത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനെങ്ങനെ റേഷ്യോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർട്ണർ ആവുന്നത് ക്യാപിറ്റൽ ഉള്ളവർ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോവോ? പാർട്ണർ ആവുമ്പോൾ ചിലപ്പോൾ ഐഡിയ ഉള്ളവനായിരിക്കും ബിസിനസ് ചെയ്യുക, ഫണ്ട് ഇറക്കുന്ന മറ്റവനായിരിക്കും, ചിലർക്ക് നല്ല മാനേജിങ് കപ്പാസിറ്റി ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് പല രീതിയിലുള്ള സ്കിൽ ബേസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ക്യാഷ്, ചിലപ്പോൾ സ്കില്ല്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ റേഷ്യോ എങ്ങനെ ആയിരിക്കണം? എഗ്രീഡ് റേഷ്യോ ആയിരിക്കണം. ക്ലിയർ? 2 പോയിന്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, മിനിമം 2 ആൾ വേണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? എഗ്രീഡ് റേഷ്യോയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വീതിക്കേണ്ടത്. ഇനി എന്താണ് പാർട്ണേഴ്സ്? ആരാണ് പാർട്ണേഴ്സ്?
പാർട്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുണ്ട്, പിന്നെ ഓരോരോ കമ്പനികളൊക്കെ പാർട്ണേഴ്സ് എന്ന് വിളിക്കാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഓരോരോ പേഴ്സൺസ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പാർട്ണേഴ്സ് എന്ന് വിളിക്കാം. ഈ പാർട്ണേഴ്സിനെ കളക്റ്റീവായിട്ട് വരുമ്പോൾ നമുക്കതിനെ ഫേം എന്ന് പറയാം, ഒരു കമ്പനി എന്ന് പറയാം. അപ്പോൾ ഒരു ഫേം എന്താണ്? പാർട്ണേഴ്സിന്റെ കൂട്ടമാണ് എന്ത്? ഫേം എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്, പോയിന്റ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കളക്റ്റീവ്ലി, പാർട്ണേഴ്സിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേം. എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങിയാലുള്ള ഫീച്ചേഴ്സ്? ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നല്ല ആദ്യം നോക്കുക. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഫീച്ചേഴ്സ് അല്ലേ നോക്കുക. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് പിടിച്ചാൽ നമുക്ക് കുറേ കൺസെപ്റ്റ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സാണ്, നിങ്ങൾ പഠിച്ചു മക്കളെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മിനിമം 2 പേഴ്സൺസ്. മിനിമം എത്ര ആളുണ്ടായിരിക്കണം? 2 ആളുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? എഗ്രിമെൻറ്റ്. എന്തിനാ എഗ്രിമെൻറ്റ്? ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. 2 ആള് 2 വീട്ടിൽ നിന്ന് ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുകയാണ്, 2 പോയിന്റ് ഓഫ് വ്യൂവിൽ പൈസ ഇറക്കുകയാണ്, 2 രീതിയിൽ പൈസ വരികയാണ്, 2 ആളെ കയ്യിൽ നിന്ന് വരികയാണ്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു തടയിടാൻ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണ്ടേ? അപ്പോൾ ഒരു എഗ്രിമെൻ്റ് വേണം. അപ്പോൾ ഈ പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻ്റ് എഴുതിയിട്ട് തന്നെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല. പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കണമെന്നില്ല. എഴുതി തയ്യാറാക്കണമെങ്കിൽ അതിനെ ഡീഡ് എന്ന് വിളിക്കും. എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻറ്റിനെ ഡീഡ് എന്ന് വിളിക്കും. നിങ്ങൾ പഠിച്ചോണം. നമുക്ക് ഡീഡിൻ്റെ കുറേ കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡീഡിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കാനുണ്ട്. എക്സാമിന് ചോദിക്കാറുണ്ട്. സാധാരണ ചോദിക്കുന്നൊരു ഭാഗമാണത്. അപ്പോൾ ഡീഡ് എഴുതി തയ്യാറാക്കണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കതിന് എഗ്രിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ വാക്കാ പറഞ്ഞാൽ മതി, എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചാൽ മതി. പക്ഷെ എപ്പോഴും സേഫ് എന്താണ്? എഴുതുന്നതല്ലേ സേഫ്, എഴുതി തയ്യാറാക്കുന്ന സേഫ്. ഒരു പാർട്ണർ പറയാണ് പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ പറയാണ്, എന്താ പറയുന്നത് അറിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രൂഫ് വേണ്ടേ? ആ പ്രൂഫിനാണ് ഇത് എഴുതി തയ്യാറാക്കുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? അപ്പോൾ നമുക്ക് 2 പോയിന്റ് പഠിച്ചു. മിനിമം 2 ആളുണ്ടായിരിക്കണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ് എന്താണ്? മാനേജ്മെൻ്റ് ആണ്. അതും പഠിച്ചതാ, ഇത് നമ്മൾ പഠിച്ചതാ. ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവർക്കും വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആവാം. ഇത് 3 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ എക്സ്ട്രാ അങ്ങോട്ടൊന്നും പഠിക്കാനില്ല. 4ാമത്തെ എന്താ? പ്രോഫിറ്റ് ലോസും വീതിക്കുക. ഏത് റേഷ്യോയിൽ വീതിക്കുക? എഗ്രീഡ് റേഷ്യോയിൽ വീതിക്കുക. ഒറ്റ ടോപ്പിക്കിൽ നിന്ന് ഫീച്ചേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ പോയിന്റ്? ഇനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കണമെങ്കിൽ ഡീഡ് എന്ന് വിളിക്കുക. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എക്സാമിന് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. കണ്ടന്റുകൾ എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡീഡിൽ എഴുതി തയ്യാറാക്കേണ്ടത്? ഞാൻ ഈ പറയുന്ന പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളാം. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫേമിനെ കുറിച്ചാണല്ലോ നമ്മൾ ഡീഡൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ പേര് വേണ്ടേ? ഒരു കാര്യം പറയുമ്പോൾ ആ ഫേമിന് ഒരു പേരുണ്ടായിരിക്കൂലേ? എന്താണ് ഫേമിൻ്റെ പേര്? ക്ലിയർ, സിമ്പിൾ. എന്താണ് ആ ഫേമിൻ്റെ പേര് എന്നുള്ളത് പഠിക്കുക. നെയിം, ക്ലിയർ. സെക്കൻഡ്, നാച്ചർ ഓഫ് ബിസിനസ്. ഏത് ടൈപ്പ് ബിസിനസ്സാണ്? ഒരു ബിസിനസ് ആകുമ്പോൾ പല ടൈപ്പ് ഉണ്ടാവും അല്ലേ? മാനുഫാക്ചറിങ് ആവാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ആയിരിക്കാം, അത് ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളതായിരിക്കാം നമ്മൾ എഴുതേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്ന ബിസിനസ്, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിരിക്കാം, സർവീസ് ഓറിയൻറ്റഡ് ആയിരിക്കാം, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കാം. ഇങ്ങനെ പല ടൈപ്പ് നാച്ചർ ഓഫ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഏത് നാച്ചറാണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത് നമ്മൾ ആ ഡീഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. തേർഡ് പോയിന്റ്, കമൻസ്മെൻറ്റ്. എന്നാണ് നമ്മുടെ ഫേം സ്റ്റാർട്ട് ചെയ്തത്? എന്നാണ് നമ്മുടെ ഫേം എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്. ടെന്വർ, കാലാവധി, എത്ര കാലത്തേക്കാണ് ബിസിനസ്? അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക? അങ്ങനെയുള്ള ബിസിനസ് ഉണ്ട്. ഒരു കാലത്തേക്ക് തുടങ്ങുന്ന ഫേമുകളുണ്ട്. അങ്ങനെ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ആ കാലം കഴിയുമ്പോൾ ആ ഫേം എന്ത് ചെയ്യാം? ഡിസോൾവ് ആവും, പിരിച്ചുവിടാം. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാലാവധി നമ്മൾ എഴുതണം. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ്. ഓരോരുത്തരും ഇറക്കേണ്ട പൈസ എത്രയാണ്? ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ, ബി എന്ന് പറയുന്ന ആൾ, സി എന്ന് പറയുന്ന ആൾ, ഇവർ 3 ആളും ബിസിനസ് തുടങ്ങുമ്പോൾ എ എത്ര ഇറക്കുന്നു, ബി എത്ര ഇറക്കുന്നു, സി എത്ര ഇറക്കുന്നു, ഓരോരുത്തരും എത്ര ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ, എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ. ഞാൻ പറയുന്ന പോയിന്റ് ഒക്കെ വളരെ സിമ്പിൾ പോയിന്റ്സ് ആണ്, നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ആയിട്ടാണോ എല്ലാവർക്കും വീതിക്കേണ്ടത്? അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ പറയും 2:3, അല്ലാന്നുണ്ടെങ്കിൽ 1:1, അല്ലാന്നുണ്ടെങ്കിൽ 2:3:1. ഇങ്ങനെയൊക്കെ ഓരോ റേഷ്യോസ് ഉണ്ട്. ഡോണ്ട് വെറി, കൃത്യമായിട്ട് നമ്മൾ റേഷ്യോ പഠിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാവേണ്ട ആവശ്യമില്ല, പാനിക് ആവേണ്ട ആവശ്യമില്ല, നമ്മളത് പഠിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മുതലാളി ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസയാണ് എന്ത് വിളിക്കുക? ക്യാപിറ്റൽ. അപ്പോൾ ആരാ മുതലാളി? ഈ പാർട്ണേഴ്സ് ഒക്കെയാണ് ഓണേഴ്സ്. ഈ പാർട്ണേഴ്സ് ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം.
ആഹാ, അപ്പോൾ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ്? അതിനൊരു പോയിന്റ് ഉണ്ട്. അതായത് പല പാർട്ട്നേഴ്സിനെയും നമ്മൾ ബിസിനസ്സിലേക്ക് വിളിക്കുന്നത് നിങ്ങൾ ഇറക്കിയ പൈസക്ക് പലിശ തരും എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇറക്കിയ പൈസക്ക് നമ്മൾ അങ്ങോട്ട് പലിശ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു അക്കൗണ്ടൻ്റ് ആണ് അല്ലേ, നമ്മൾ അക്കൗണ്ടൻ്റ് ആവാൻ പഠിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ചെയ്യാൻ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പൈസ ഒക്കെ എക്സ്പെൻസാണ്. നമ്മൾ ഫേമാണ്. ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സാണ്. ബിസിനസ് എന്ത് പൈസ മുതലാളിക്ക് കൊടുക്കാനുണ്ടെങ്കിലും അത് എക്സ്പെൻസ്. അതായത് എക്സ്ട്രാ കൊടുക്കുന്ന പൈസയാണ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. മുതലാളി 10 ലക്ഷം ഇറക്കി, ആ 10 ലക്ഷം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസ് അല്ല. ഇപ്പം ഞാനൊരു 10 ലക്ഷം ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നു, ആ 10 ലക്ഷം തന്നെ എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. എന്നാൽ ആ 10 ലക്ഷം തന്നിട്ട് നിങ്ങൾ 11 ലക്ഷം എനിക്ക് തിരിച്ചു തരാണെങ്കിൽ ആ 1 ലക്ഷം നിങ്ങൾക്ക് എക്സ്പെൻസാണ്. എക്സ്ട്രാ എന്ത് കൊടുക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ മുതലാളിക്ക് ഇറക്കിയ പൈസ 10 ലക്ഷം എന്ന് വെച്ചോളൂ, അതിൻ്റെ ഒരു 10% എന്ന് പറയുമ്പോൾ 1 ലക്ഷം അല്ലേ? ആ 1 ലക്ഷം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. അതിന് പേരാണ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്, ഫേമിന് എക്സ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പലിശ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എഗ്രിമെന്റിൽ ഡീഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. എഴുതിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്നു വേണ്ട കേട്ടോ, എഴുതിയാൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ്? മുതലാളി ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസയിൽ നിന്ന് മുതലാളിയുടെ പേഴ്സണൽ ആവശ്യത്തിന്, അതായത് പാർട്ട്നേഴ്സ് പേഴ്സണൽ ആവശ്യത്തിന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ അത് ഡ്രോയിങ്സാണ്. ആ പൈസ പിൻവലിക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരാൾ 10 ലക്ഷം ഇറക്കി, 2 ലക്ഷം വലിച്ചു, ബാക്കി 8 ലക്ഷം കൊടുത്താൽ മതിയില്ലേ? അപ്പോൾ 2 ലക്ഷം കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോണില്ല, നമ്മളെ പൈസ കൊടുത്തെന്ന് വെച്ചിട്ട്. എന്നാൽ മുതലാളി പൈസ അങ്ങോട്ട് പിൻവലിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളാണ് ഓണർ എന്ന് വിചാരിക്കുക, നിങ്ങൾ 10 ലക്ഷം ഇറക്കിയെന്ന് വിചാരിക്കുക, അതിന് 2 ലക്ഷം നിങ്ങൾ പിൻവലിക്കാമെന്ന് വിചാരിക്കുക. അതിനെ ഞാൻ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഞാനാണ് ബിസിനസ്, ഞാൻ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഈ ഡ്രോയിങ്സ് നിങ്ങൾ പിൻവലിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരണം. അതെന്ത് കഥയാണ്? നിങ്ങളുടെ പൈസ നിങ്ങൾ പിൻവലിക്കുന്നു, അതിന് എന്തിനാണ് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ്? അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ മുതലാളിമാരാണ്, ശരിയാണ്, നിങ്ങൾ പാർട്ട്നേഴ്സാണ്, ശരിയാണ്, നിങ്ങൾ ബിസിനസ്സിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്ത് ബിസിനസ് മുന്നോട്ടുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്, ബിസിനസ് പല മേഖലകളിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈസ അവിടെ നിലനിർത്തണം. നിങ്ങൾ പൈസ പിൻവലിക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് ഇൻട്രസ്റ്റ് ഫേമിന് തരിക. അങ്ങനെ പറയുമ്പോൾ എക്സ്ട്രാ പൈസ തരാനുള്ളതുകൊണ്ട് നിങ്ങൾ പൈസ പിൻവലിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, എഗ്രിമെന്റ് ഇല്ലെങ്കിൽ ചെയ്യൊന്നും വേണ്ട, പിൻവലിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒക്കെ നമുക്ക് എഴുതാം പാർട്ട്നേഴ്സ് തമ്മിൽ. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ മുതലാളി പൈസ പിൻവലിക്കുമ്പോൾ ഇങ്ങോട്ട് പലിശ തരുന്നത് ഇൻകം, മുതലാളി ഇറക്കിയ പൈസക്ക് അങ്ങോട്ട് പലിശ കൊടുക്കുന്നത് എക്സ്പെൻസ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട രീതിയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എപ്പോഴും പാർട്ണറുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. പാർട്ണർഷിപ്പ് പഠിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ പാർട്ണറായിട്ട് നിൽക്കാൻ പാടില്ല, നമ്മൾ ആയിട്ടില്ല, നമ്മൾ അവരുടെ അക്കൗണ്ടൻറ്റ്. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചിന്തിക്കാൻ. ക്ലിയർ? നെക്സ്റ്റ്, പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്. എന്താ? പാർട്ണേഴ്സ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ തർക്കം പരിഹരിക്കുന്ന രീതി ഡീഡിൽ എഴുതണം. ഇത് ഡീഡില്ലെങ്കിൽ പറ്റുമോ? ഡീഡില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൂടെ? അപ്പോൾ ഡീഡ് എന്തിനാന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ കുറേ പോയിന്റ്സ് നിങ്ങളോട് പറഞ്ഞു. ഈ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളാം, എക്സാമിന് പോയി എഴുതിക്കോളാം, നിങ്ങളുടെ മാർക്ക് അവിടെ ഷുവറാണ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഡീഡ് സൈലൻ്റ് ആണെങ്കിലോ? ഡീഡ് സൈലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫേം എഗ്രിമെൻ്റ് എഴുതി വെച്ചത്, ആ എഴുതി വെച്ച കാര്യത്തിൽ ഏതെങ്കിലും കാര്യം മിസ്സിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഡീഡ് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അപ്പോൾ ഡീഡ് സൈലൻ്റ് ആണെങ്കിലോ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, വളരെ സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാർട്ണർ, ഞാനാണ് നിങ്ങളുടെ ഫേമിൻ്റെ പാർട്ണർ, നിങ്ങൾ എനിക്ക് സാലറി തരുന്നുണ്ട് എന്ന് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് സാലറി തരണം. അതായത് ചില പാർട്ണേഴ്സ് ഫേമിൽ വർക്ക് ചെയ്യുന്ന പാർട്ണേഴ്സ് ആയിരിക്കും, ഇവരെ നമ്മൾ വർക്കിംഗ് പാർട്ണർ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഫേമിൽ വർക്ക് ചെയ്യുന്ന പാർട്ണേഴ്സിന് നമ്മുടെ കമ്പനി, അതായത് ഫേം ഈ പാർട്ണേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്? സാലറി കൊടുക്കാറുണ്ട്. അതെന്തിനാ? ചില പാർട്ണേഴ്സ് ചില വേറെ കാര്യങ്ങൾ വേണ്ടിയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്നതിനേക്കാളും എക്സ്ട്രാ എമൗണ്ട് ഈ വർക്ക് ചെയ്യുന്ന ആ പാർട്ണേഴ്സിന് കൊടുക്കണ്ടേ? അപ്പോൾ അവരെ വർക്കിംഗ് പാർട്ണർ എന്ന് വിളിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി ഉണ്ടെങ്കിൽ ആ സാലറി കൃത്യമായിട്ട് ഈ ഡീഡിൽ എഴുതി വെക്കണം. അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. സാലറി വേണമെന്ന് പറഞ്ഞു ഒരു വർക്കിംഗ് പാർട്ണർ, അത് ഡീഡിൽ ഇല്ല, കൊടുക്കണ്ട. എഗ്രിമെന്റ് ഇല്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ അത് ഡീഡിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ക്ലിയർലെ പോയിന്റ്? അതേപോലെ ഏതെങ്കിലും ബോണസ് കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഏതെങ്കിലും കമ്മീഷൻ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, എന്ത് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, പാർട്ണേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡീഡിൽ മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മുതലാളി, അതായത് പാർട്ണർ ഇറക്കിയ പൈസക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ, എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട്, പലിശ.
അത് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല, കൊടുക്കണ്ട. ക്ലിയർ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ്. നല്ല ശ്രദ്ധിക്കണം ഈ പോയിന്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പാർട്ണർഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു സാധനമൊന്നുമല്ല. പാർട്ണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തുക. ബിസിനസ് മുന്നോട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാപിറ്റലിന് പുറമെ അവരോട് ലോണായിട്ട് പൈസ വാങ്ങുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ ഓണറായി എന്നുള്ളത് അർത്ഥം. എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതിന് പകരം ഇപ്പോൾ പാർട്ണറുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങാം. ഇപ്പോൾ എ ബി സി 3 പാർട്ണർ ഉണ്ട്. ഇപ്പോൾ ബി എന്ന് പറയുന്ന പാർട്ണർ പറയുകയാണ് ഞാൻ കുറച്ച് ലോണായിട്ട് കൊണ്ടുവരാം എന്ന് പറയുകയാണെങ്കിൽ ആ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാര്യം നമ്മൾ കൊടുക്കണമല്ലോ. ലോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏത് പാർട്ണർ കൊണ്ടുവന്നാൽ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കാര്യം ഡീഡിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട, റെമ്യൂണറേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പം ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അത് കൊടുക്കണം. അത് പറഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കണം. ഒരു 6% വരെ കൊടുക്കാം. 6% നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്ലിയർ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? മുതലാളി ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ പിൻവലിച്ച പൈസക്ക് ഇങ്ങോട്ട് എന്ത് തരണം? ഇൻട്രസ്റ്റ് തരണം. അത് തരണം എന്ന് ഡീഡിലില്ല, വേണ്ട, എന്നാൽ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ചാർജഡ്, അത് ചാർജ് ചെയ്യില്ല. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭം ഇത്ര റേഷ്യോയിൽ വീതിക്കണം എന്ന് ഡീഡിൽ പറഞ്ഞിട്ടില്ല, മിസ്സിംഗ് ആണ്, സൈലന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടാണ് വീതിച്ചു കൊടുക്കണം. ഒരു ലാഭം വീതിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഈക്വലായിട്ട് വീതിച്ചെടുക്കാം. ഡീഡ് സൈലന്റ്, ലാഭം ഒന്നും എടുക്കണ്ട, ലാഭം അവിടെ കടന്നോട്ടെ, അങ്ങനെ പറയണ്ട. ഈക്വലായിട്ട് ലാഭം എന്ത് ചെയ്യാം? വീതിക്കാം. ക്ലിയർ. ഇത്രയാണ് നമുക്ക് തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. ബാക്കി നമ്മൾ ഓരോ സെഷനായിട്ട് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കും. നമുക്കിനി ഈ ടോപ്പിക്കുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പ്രോബ്ലം ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായി കണക്ട് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് +1 മുതലേ പഠിക്കുന്നുണ്ടല്ലേ. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താ? വേർഡ് തന്നെ കിട്ടുന്നത് അപ്രോപ്രിയേഷൻ, വീതിച്ചു കൊടുക്കുക. പ്രോഫിറ്റും ലോസും വീതിച്ചു കൊടുക്കുക. അപ്പോൾ പാർട്ണേഴ്സിൻ്റെ പ്രോഫിറ്റും ലോസും വീതിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ്, വീതിച്ചു കൊടുക്കുന്നത് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ഒരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പല എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ. ഈ പല എക്സ്പെൻസുകളും പല ഇൻകങ്ങളും കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ആ പ്രോഫിറ്റ് പാർട്ണേഴ്സിന് വീതിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൽ നിന്ന് വേറെയും കുറേ എക്സ്പെൻസ് പോവാണ്ട്, പാർട്ണേഴ്സിന് ഇൻഡിവിജ്വൽ സാലറി പോവാണ്ട്, പാർട്ണേഴ്സിന് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് പോവാണ്ട്. അപ്പോൾ ഇങ്ങനെ പാർട്ണേഴ്സുമായി കണക്ട് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളൊക്കെ അതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് വീതിക്കാൻ പറ്റൂ. നമുക്ക് നോക്കാം. നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ തിയറി ഒരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. കൃത്യമായി ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കാം. യെസ്, ഫസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3 പാർട്ണേഴ്സ് ഉണ്ട് കേട്ടോ. അമിത്, ബാബു, ചാരു. ABC എന്നാണ്. അമിത്, ബാബു, ചാരു. ഈ 3 പാർട്ണേഴ്സും കൂടെ ഒരു ഫേം സെറ്റപ്പ് ചെയ്തു. April 1, 2015, 2015 April 1 ഒരു ഫേം സെറ്റപ്പ് ചെയ്തു. ഓക്കെ, ഒന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ദേ കോൺട്രിബ്യൂട്ടഡ്. ഇവിടുന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. 50,000 നമ്മുടെ അമിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ബാബു 40,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, 30,000 രൂപ ചാരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെ ഇവരുടെ കോൺട്രിബ്യൂഷൻ അവർ പ്രോഫിറ്റും ലോസും ഒക്കെ വീതിക്കുന്ന റേഷ്യോ പറയുന്നുണ്ട്. ദേ എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റും ലോസും ഏത് റേഷ്യോയിലാണ്? 3:2:1. പ്രോഫിറ്റ് 3:2:1 വീതിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു അമിത് ഈസ് ടു ബി പെയ്ഡ്. അമിത്തിന് കൊടുക്കേണ്ടതുണ്ട് സാലറി ഓഫ് ₹1,000 പെർ മന്ത്. ഒരു മാസം 1000 രൂപ വെച്ച് അമിത്തിന് സാലറി കൊടുക്കണം. അപ്പോൾ ആദ്യം അത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അതൊക്കെ കൊടുത്തിട്ടേ ബാക്കിയുള്ള പ്രോഫിറ്റ് വീതിക്കാൻ പറ്റുള്ളൂ. കാരണം അമിത് നല്ല വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, വർക്കിംഗ് പാർട്ണർ ആയിരിക്കാം. അപ്പോൾ അമിത്തിന് ഒരു മാസം 1000 വെച്ച് സാലറി കൊടുക്കണം. ആ സാലറി നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ബാബുവിന് കമ്മീഷൻ കൊടുക്കണം 5000. ഇവിടെ പെർ മന്ത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ടോട്ടൽ 5000 രൂപ ബാബുവിന് കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ആ പാർട്ണേഴ്സിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് വീതിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ, അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുക? അവർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും കൊടുക്കണം. നോക്കാം. അലൗഡ് ഓൺ ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് 6% പെർ ആനം. ഒരു വർഷം 6% വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡ്രോയിങ്സ് ഫോർ ദ ഇയർ. ഓരോരുത്തരും പൈസ പിൻവലിച്ചു. അമിത് 6000 പിൻവലിച്ചു, ബാബു 4000 പിൻവലിച്ചു, ചാരു 2000 പിൻവലിച്ചു. ഓരോരുത്തരും പൈസ പിൻവലിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ
ഡ്രോയിങ്സിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് തിയറി പോയിന്റ് ഓഫ് ആ ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഫേമിന് കിട്ടും. അപ്പോൾ ഇത് ഇൻകം ആണ് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രാ ഇൻകം ആണ്. 270 രൂപ അമിത്തിൻ്റെ ഡ്രോയിങ്സിന്മ ചാർജ് ചെയ്തു. അതേപോലെ 150 രൂപ ബാബുവിൻ്റെ ഡ്രോയിങ്സുമ ചാർജ് ചെയ്തു. 90 രൂപ ചാരുവിൻ്റെ ഡ്രോയിങ്സുമ ചാർജ് ചെയ്തു. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ, ഇതിൻ്റെ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നെറ്റ് പ്രോഫിറ്റ്, ഇനിയുള്ള പോയിന്റ് ശ്രദ്ധിക്കുക. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അവരുടെ എക്സ്പെൻസുകളും ഇൻകങ്ങളൊക്കെ എഴുതി വെച്ച് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ഈ വർഷം അവസാനിച്ചപ്പോൾ 35,660 നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അറിയോ? ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ബാക്കി പാർട്ട്നേഴ്സിൻ്റെ സാലറി കൊടുക്കണം. നമ്മൾ പറഞ്ഞു അമിത്തിൻ്റെ സാലറി കൊടുക്കണം, ബാബുവിൻ്റെ കമ്മീഷൻ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ പരസ്പരം വീതിക്കാം. അതാണ് റിയൽ പ്രോഫിറ്റ്. അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കാം 3 പാർട്ട്നേഴ്സിനും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നമുക്കിത് തുടങ്ങാം. യെസ്, ഞാനതിൻ്റെ ഫോർമാറ്റ് ഇവിടെ വരയ്ക്കാം. അതിന് കൃത്യമായ ട്രിക്ക് ഉണ്ട്, കൃത്യമായ കോൺസെപ്റ്റും ഉണ്ട്. ട്രിക്ക് നിങ്ങൾ പഠിക്കുക എക്സാമിന്, കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, പിന്നീട് അത് ഉപകാരപ്പെടും. വേറെ മോഡലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഉപകാരപ്പെടും. നോക്കാം. യെസ്, ഫസ്റ്റ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഞാനിവിടെ എഴുതാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജസ്റ്റ് വരയ്ക്കുകയാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന അതേ ഫോർമാറ്റ്. പർട്ടിക്കുലേഴ്സിൻ്റെ ഒരു കോളം, പിന്നെ ഒരു എമൗണ്ട് കോളം, ഇത് ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കും. പിന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ മറ്റൊരു കോളം, ഒരു എമൗണ്ട് കോളം, ഇതിനെ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കും. ഓക്കെ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചോളാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഫോർമാറ്റ് റെഡിയാണ്. ഇനി ഇത് കൃത്യമായതിനുള്ളിൽ എഴുതാൻ പഠിക്കണം അല്ലേ? അപ്പോൾ ഫോർമാറ്റൊക്കെ നിങ്ങൾക്കും എഴുതാൻ അറിയാം. അത് കൃത്യമായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പഠിക്കാം. റെഡി? യെസ്. എങ്ങനെ നമ്മൾ തുടങ്ങും? ഇവിടെ നോക്കുക. നമ്മുടെ ഈ പാർട്ട്നേഴ്സിൻ്റെ സാലറിയും പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷനും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ഏതാ? അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്. അതിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. അവിടെ നമ്മൾ വായിച്ചതാണത്. എത്രയാണ്? ദ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തരും. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2015 35,660. ഞാനൊരു കൃത്യമായിട്ട് ഇതിൻ്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞുതരാം. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതാം, ലോസ് ആണെങ്കിൽ ഡെബിറ്റിൽ എഴുതാം. മക്കളെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലേ? വരുമാനം കൂടുമ്പോൾ ക്രെഡിറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ +1 മുതലേ പഠിക്കുന്നതല്ലേ? വരുമാനം കൂടുമ്പോൾ ക്രെഡിറ്റില്ല, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണല്ലേ? പ്രോഫിറ്റ് ഈ സൈഡിൽ എഴുതാം, നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ എഴുതി കൊടുത്താൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുക അല്ലേ? ക്രെഡിറ്റിൽ എഴുതാം. ലോസ് ആണെങ്കിലോ ഇപ്പുറത്തെ സൈഡ് കൊണ്ടിട്ടാൽ മതി. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റും, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റും. അറിയാലോ? യെസ്. 35,660. ഇത് എഴുതാൻ വല്ല പണിയുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റ് അല്ല നമ്മുടെ റിയൽ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്. ഇതിന് സാലറി ഒഴിവാക്കാനുണ്ട്, അതുപോലെ നമ്മുടെ ബാബുവിൻ്റെ കമ്മീഷൻ ഒഴിവാക്കാനുണ്ട്, പിന്നെ ഞാൻ വായിച്ചെന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അത് ഒഴിവാക്കാനുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് വീതിക്കാം. അപ്പോൾ എങ്ങനെ വീതിക്കും സാറേ? അത് നമ്മൾ വീതിക്കും. ഏത് റേഷ്യോയിൽ വീതിക്കും? അവിടെ തന്നിട്ടുണ്ട് 3:2:1. ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? വീതിക്കും. യെസ്. നമുക്ക് നോക്കാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിൽ എടുക്കേണ്ടതുണ്ട്, എടുക്കാത്തതുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുക? സിമ്പിളാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അവിടെ നോക്കിയാൽ നിങ്ങൾ ദേ കോൺട്രിബ്യൂട്ടഡ് 50,000, 40,000, 30,000. ഇതൊരു എക്സ്പെൻസ് ആണോ? ഞാൻ നിങ്ങളോട് തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ്? നമ്മുടെ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ എമൗണ്ടും നമുക്ക് ബാധ്യതയാണ്, അല്ലാതെ അതൊരു എക്സ്പെൻസ് അല്ല. അപ്പോൾ എന്താണ് സാർ എക്സ്പെൻസ്? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും പോകണമെങ്കിൽ എക്സ്പെൻസാണ്. ഒരാൾ 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു, അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ അത് എക്സ്പെൻസ് അല്ല. ഒരാൾ 40,000 കോൺട്രിബ്യൂട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് അല്ല. അപ്പോൾ ക്യാപിറ്റൽ ഒരിക്കലും ഒരു നഷ്ടമല്ല കമ്പനിക്ക്. ക്ലിയർ?
ക്യാപിറ്റൽ കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുന്ന പൈസ ഒരു ബാധ്യത മാത്രമാണ്, അതൊരു എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് നമ്മുടെ നഷ്ടമായിട്ടത് കണക്കാക്കണ്ട. ക്ലിയർ? വെരി സിമ്പിൾ. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രോഫിറ്റ് ലോസും വിധിക്കുന്ന റേഷ്യോ 3:2:1 ആണ്. അമിത് ഈസ് ടു ബി പെയ്ഡ്. അമിത്തിന് നമ്മൾ കൊടുക്കണം അല്ലേ? എന്താ കൊടുക്കണ്ടേ? സാലറി കൊടുക്കണം. എത്ര രൂപ സാലറി കൊടുക്കണം? 1000 രൂപ. ഈ സാലറി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ആരെങ്കിലും തന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന പൈസയാണോ? അല്ല, അത് ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊടുക്കുന്ന, അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. മനസ്സിലാക്കിക്കോളാം. എക്സ്ട്രാ കൊടുക്കുന്നതൊക്കെ എക്സ്പെൻസാണ്. അപ്പോൾ സാലറി എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ സാലറി നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട പൈസയാണ്. നമ്മുടെ പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ ആ പൈസ നമ്മളും കൂടെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 1000 രൂപ പെർ മന്ത് നമ്മൾ എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം. ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് മക്കളെ. പല രീതിയിലും ഇത് പറയാൻ പറ്റും, പല രീതിയിലും പറയാം. ഒന്ന്, എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിൽ എഴുതാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമുക്ക് ഈ പ്രോഫിറ്റില്ലേ ഈ 35,660 ഇവിടെ നിന്ന് ഇതിൽ നിന്ന് കുറയൂലേ നമ്മുടെ സാലറി കുറക്കുമ്പോൾ അല്ലേ? നമ്മൾ പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുക്കുമ്പോൾ ഈ പ്രോഫിറ്റ് കുറയൂലേ? ക്രെഡിറ്റിലല്ലേ ഈ പ്രോഫിറ്റ് ഉള്ളത്? അത് കുറക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ടാൽ മതി, ഡെബിറ്റ് കൊണ്ടുപോയിട്ടാൽ മതി. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ലേ? അക്കൗണ്ടിങ്ങിൽ പ്ലസും മൈനസും എങ്ങനെയാണ്? ഡെബിറ്റിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ക്രെഡിറ്റിലിടുക, ക്രെഡിറ്റിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റിലിടുക. ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ പല രീതിയിലും പഠിക്കാം. ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഡെബിറ്റ് ഇടാം, അല്ലെങ്കിൽ ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിലിടാം. ക്ലിയർ? അപ്പോൾ പാർട്ണേഴ്സിന് അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം. ഫേമിനെല്ലാം എക്സ്പെൻസാണ്, പാർട്ണേഴ്സിന് അങ്ങോട്ട് കൊടുക്കണതാണ് സാലറി എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളത് കുറയ്ക്കും, ഇപ്പോൾ ഡെബിറ്റിലിടും. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടാൻ വേണ്ടി ഇവിടെ ഇടും. അപ്പോൾ എങ്ങനെ എഴുതുക? 2 ഈ സൈഡിൽ എഴുതുമ്പോൾ 2 എന്ന് എഴുതും. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ? ആർക്കുള്ള സാലറിയാണ്? അമിത്തിനുള്ള സാലറി. ടു അമിത് സാലറി. ഒറ്റയടിക്ക് കൊണ്ടേ 1000 എഴുതാൻ പറ്റുമോ? തെറ്റും. നമ്മുടെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1000 പെർ മന്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 1000 × 12 എന്ന് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക. നമ്മൾ നമ്മുടെ കാര്യം പെർഫെക്റ്റ് ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ 1000 × 12 എന്ന് ബ്രാക്കറ്റിൽ എഴുതുക, 12,000. ഇതാണ് നമ്മുടെ ഫേമിന് എക്സ്ട്രാ ആ പ്രോഫിറ്റിന് കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ്. അപ്പോൾ അത് കട്ട് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റിന് കട്ട് ചെയ്യാൻ ഡെബിറ്റിലിട്ടു, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റിലിട്ടു എന്നൊക്കെ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ എക്സ്പെൻസ് ഡെബിറ്റ്, നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ ഇൻകം ക്രെഡിറ്റ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഇവിടെ എന്താ പഠിക്കാനുള്ളത്? അടുത്ത പോയിന്റ് നോക്കാം. ബാബുവിന് കമ്മീഷൻ കൊടുക്കണം. ബാബുവിന് കമ്മീഷൻ കൊടുക്കണം. ഫേമിന് എക്സ്പെൻസാണ്, അത് ഡെബിറ്റ്. കൊടുക്കണമൊക്കെ എക്സ്പെൻസ്. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയിട്ടാണോ കൊടുക്കണത്? എക്സ്ട്രാ കൊടുക്കുന്നതല്ലേ കമ്മീഷൻ. സോ എക്സ്പെൻസ്. അപ്പോൾ അത് നമ്മൾ കുറയും. ഈ 5000 രൂപ നമ്മൾ കുറയ്ക്കും. സോ നമ്മൾ അതും ഡെബിറ്റിലിടും. അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ ഡെബിറ്റിലിടും. ടു ബാബൂസ് കമ്മീഷൻ. വെരി ഈസി. ടു ബാബൂസ് കമ്മീഷൻ. ഇവിടെ പെർ മന്ത് എന്ന് പറയാത്തതുകൊണ്ട് ആകെ 5000 ഉണ്ടാവുള്ളൂ. ക്ലിയർ? യെസ്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അത് നേരിട്ടാൽ മതി. ഇനി ഇവിടെ ഉള്ള എന്താ അടുത്ത പോയിന്റ്? എന്താ? ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ്. നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. വീണ്ടും കൊടുക്കാനാണ് പറയുന്നത്. എന്താ കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് ടു ബി അലൗഡ്. ഇൻട്രസ്റ്റ് അലൗഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. എന്തിനു മേലെ? ക്യാപിറ്റൽ. ഇങ്ങോട്ട് ക്യാപിറ്റൽ ഇറക്കി അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതും അങ്ങോട്ട് പോകണമാണ്. ക്യാപിറ്റൽ ഇങ്ങോട്ട് ഇറക്കിയ പൈസ അങ്ങോട്ട് ഫുള്ള് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ക്യാപിറ്റൽ ഇറക്കിയതിൻ്റെ പകരമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ പറയാൻ വേണ്ടി സിമ്പിൾ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ 10 ലക്ഷം ഇറക്കി തിരിച്ചൊരു 11 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ആ 10 ലക്ഷം നമുക്ക് ലാബിലിറ്റിയാണ്, അല്ലാതെ അതൊരു എക്സ്പെൻസ് അല്ല. ആ 1 ലക്ഷം നമുക്ക് എക്സ്പെൻസാണ്. എക്സ്ട്രാ പോണതൊക്കെ എക്സ്പെൻസാണ്. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്ട്രാ പോണ സാധനമാണ്. ക്യാപിറ്റലിൻ്റെ മേലെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്. 6% കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ ഡെബിറ്റിലിടാം. സിമ്പിൾ. എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റിലിടാം. ക്ലിയർ? സോ നമുക്ക് ഇവിടെ എഴുതാം ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതാ ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ ഇവിടെ ഇട്ടാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്? ഫസ്റ്റ് ആരാ? അമിത്. പിന്നെ ആരൊക്കെ കൊടുക്കാനുള്ളത്? ബാബു. 3 ആളും ക്യാപിറ്റൽ ഇറക്കിയിട്ടുണ്ടല്ലേ. പിന്നെ ചാരു ഉണ്ട് അല്ലേ. ഈ 3 ആൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ ബ്രാക്കറ്റ് ഇടാം. അമിത്തിന് എങ്ങനെ കൊടുക്കുക? അമിത് ഇറക്കിയ പൈസ 50,000. ഈ 50,000-ൻ്റെ 6% നമ്മൾ ആർക്ക് കൊടുക്കണം? അമിത്തിന് കൊടുക്കണം. അതേപോലെ ബാബു ഇറക്കിയ പൈസ എത്രയാണ്? 40,000. ഈ 40,000-ൻ്റെ 6% ആർക്ക് കൊടുക്കണം? ബാബുവിന് കൊടുക്കണം. പിന്നെ ചാരു ഇറക്കിയ പൈസ എത്രയാണ്? 30,000. 30,000-ൻ്റെ 6% ആർക്ക് കൊടുക്കണം? ചാരുവിന് കൊടുക്കണം. അപ്പോൾ അമിത്തിന് എത്ര ഉണ്ടാവും? അമിത്തിന് വരുമ്പോൾ 50,000-ൻ്റെ 6% എത്രയാണ്? 3,000 അല്ലേ. 3,000 കൊടുക്കണം. പിന്നെ ബാബുവിന് 40,000-ൻ്റെ 6% എത്രയാണ്? 2,400. പിന്നെ ചാരുവിന് 30,000-ൻ്റെ 6% എത്രയാണ്? 1,800. ക്ലിയർ? ഇത് 3 നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഡ്രോയിങ്സ് ഒരിക്കലും നമുക്ക് എന്തല്ല? നഷ്ടമല്ല. ഡ്രോയിങ്സ് ഒരു ഇറക്കിയ പൈസ പിൻവലിക്കുന്ന നമുക്ക് നഷ്ടമല്ല. അത് അവർ ഇറക്കിയ പൈസ തന്നെയാണ് പിൻവലിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ലേ, ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം.
ഒരാൾ അങ്ങോട്ട് പൈസ പിൻവലിച്ചാൽ, പാർട്ണർ അങ്ങോട്ട് പൈസ പിൻവലിച്ചാൽ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും അല്ലേ. ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം, എന്നാൽ ഡ്രോയിങ്സിൻ്റെ മേലെയോ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ്, ഇൻകം ഒക്കെ ക്രെഡിറ്റ്, എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ്, സിമ്പിൾ. അപ്പോൾ ഇവിടെ എഴുതാം നമ്മൾ, നമ്മുടെ വരുമാനമൊക്കെ ഇവിടെയാണ് എഴുതുക, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആരൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ അമിത് ഉണ്ട്, ബാബു ഉണ്ട്, ചാരു ഉണ്ട്. അമിത് 270, ബാബു 180, ചാരു 90 അല്ലേ. അമിത് 270, ബാബു 180, ചാരു 90. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് എഴുതിയാലും മതി. ക്ലിയർ. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എന്താ, നെക്സ്റ്റ് നമുക്കുള്ളത് ഇത്രയും ഇൻഫർമേഷൻ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കുക, അത് വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ ഡ്രോയിങ്സ് എടുത്തിട്ടില്ല, ക്യാപിറ്റൽ എടുത്തിട്ടില്ല. അതിന് കാരണം ഇറക്കിയ പൈസ പിൻവലിക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസ് അല്ല, ഇൻകം അല്ല. ഇറക്കിയ പൈസ പിൻവലിക്കുന്ന എക്സ്പെൻസ് അല്ല, ഇൻകം അല്ല. അപ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ നമുക്ക് നഷ്ടമല്ല, ഡ്രോയിങ്സ് നമുക്ക് എന്തെല്ലാം നഷ്ടമല്ല. അവർ തന്ന പൈസ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിൻവലിക്കുന്നത്. ബാക്കിയെല്ലാം ഇൻകമോ എക്സ്പെൻസോ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ ഫൈൻ. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം, അതിൻ്റെ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം, ആ പ്രോഫിറ്റ് കൃത്യമായിട്ട് അവർക്ക് വീതിച്ചു കൊടുക്കാം, നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ, ഈസി. നോക്കാം, ഇതെല്ലാം ഇവിടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും, 540 ഉണ്ടാവും. നമുക്കിതൊന്ന് മൊത്തം പ്ലസ് ചെയ്ത് നോക്കാം അല്ലേ. രണ്ട് സൈഡും കൂട്ടുക, രണ്ട് സൈഡും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് വേണം, ഇത് വീതിച്ചു കൊടുക്കണ്ടേ. 3 ആൾക്കാരുണ്ട്, 3 ആൾക്ക് വീതിക്കാൻ നമുക്ക് കുറച്ച് സ്പേസ് വേണം. ആ സ്പേസ് കുറച്ച് ഞാൻ വരച്ചിട്ട് ഇത് വീതിക്കാം. ഓക്കെ ഫൈൻ. ശ്രദ്ധിച്ചോളാം, നമുക്ക് രണ്ട് സൈഡിലും വരയ്ക്കാം. ഏതാ വലുത് അത് രണ്ട് സൈഡിലും എഴുതുക. അത് നിങ്ങൾക്ക് അറിയുന്ന ഭാഗം തന്നെയാണല്ലേ, നമ്മൾ +1 മുതലേ പഠിക്കുന്നതാണ്. രണ്ട് സൈഡും വരയ്ക്കുക, പ്രോഫിറ്റ് ലോസും കാണാൻ വേണ്ടിയിട്ട് വലുത് രണ്ട് സൈഡിലും എഴുതാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 35,660 + 540 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 36,200 കിട്ടും. 36,200. ആ 36,200 ഞാനിവിടെ രണ്ട് സൈഡിൽ എഴുതി വെച്ചു. ഇതാണ് ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ വലുത് 36,200. അതിൽ നിന്ന് ഈ എക്സ്പെൻസുകളൊക്കെ കുറച്ചാൽ, അതായത് അമിത്തിൻ്റെ സാലറി, ബാബുവിൻ്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും 12,000. ആ 12,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഇതാണ് ശരിക്കുള്ള പ്രോഫിറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഈ പ്രോഫിറ്റ് ഇനി അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഇത് വീതിച്ചു കൊടുക്കാം, ഇത് പാർട്ണേഴ്സിന് കൊടുക്കണം. ടു പാർട്ണേഴ്സ്, പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള പൈസ ഒക്കെ അവരുടെ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അവരുടെ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കും. ഇത് അവരുടേതാണ്, ഇനി അവരുടെ സ്വന്തമാണത്. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. ഈ 12,000 രൂപ 3 ആൾ ഏറ്റെടുക്കണം. ആരൊക്കെയാണ്? ഇത് അമിത്തിന് അവകാശമുണ്ട്, നമ്മുടെ ബാബുവിന് അവകാശമുണ്ട്, ചാരുവിന് അവകാശമുണ്ട്. ഞാൻ 3 ആൾക്കും വീതിക്കുകയാണ്. അമിത്, ബാബു, ചാരു. അമിത്തിന് എത്ര കിട്ടും, ബാബുവിന് എത്ര കിട്ടും, ചാരുവിന് എത്ര കിട്ടും? ഈക്വലായിട്ടാണ് വീതിക്കാൻ പറ്റുമോ 12,000? പറ്റില്ല. ഇവിടെ കൃത്യമായിട്ട് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിലോ, പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വീതിക്കാം, ഈക്വലായിട്ട് വീതിക്കാം. 3:2:1 വീതിക്കണം. ക്വസ്റ്റ്യനിൽ കൃത്യമായി റേഷ്യോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് വീതിക്കാൻ പോവാണ്. അമിത്തിന് എങ്ങനെ കൊടുക്കും? 12,000 × 3/6. ബാബുവിനോ 12,000 × 2/6. റേഷ്യോ ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം അല്ലേ. അതായത് ഇതെങ്ങനെ റേഷ്യോ കാണുക, 3:2:1 ആണെന്നുണ്ടെങ്കിൽ ഇത് 3 കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 6. അതിൽ 3 ഭാഗം നമ്മുടെ അമിത്തിന്, 2 ഭാഗം നമ്മുടെ ബാബുവിന്, 1 ഭാഗം നമ്മുടെ ചാരുവിന്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 12,000 × 1/6 ചാരുവിന് വരും. അത് വീതിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമിത്തിന് 12,000 × 3/6 ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക കാൽക്കുലേറ്ററിൽ, നിങ്ങൾക്ക് 6,000 കിട്ടും. ബാബുവിന് 4,000 കിട്ടും, ചാരുവിന് 2,000 കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. സിമ്പിൾ അല്ലേ ഇത്? വളരെ ഈസിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.